കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും. കേസിൽ രണ്ടാമത്തെ കുറ്റപത്രം സ്വീകരിച്ചതിനു പിന്നാലെ 28 പ്രതികൾക്കും കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കാൻ കലൂർ PMLA കോടതി സമൻസ് അയച്ചിരുന്നു. കഴിഞ്ഞ തവണ ഹാജരാകാത്ത മറ്റ് 19 പ്രതികളും ഇന്ന് ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ട്. സജോ ദേവസ്രിയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് സജോ. അതായത് കേസിലെ 68ാം പ്രതിയായ CPM-നെ പ്രതിനിധീകരിച്ചാണ് KV അബ്ദുൽ ഖാദർ ഇന്ന് ഹാജരാകുന്നത്. കഴിഞ്ഞ തവണ CPM-നെ പ്രതിനിധീകരിച്ച ആരും ഹാജരായിരുന്നില്ല. അതിന് പകരം ഇന്ന് ഹാജരാകുമല്ലേ? ഗുഡ് മോർണിംഗ്. അതായത് ഈ കേസിൽ ശ്രുതീഷ് ഗുഡ് മോർണിംഗ്. അതായത് ഈ കേസിലെ ഒരു സവിശേഷത CPIM കൂടി കേസിൽ പ്രതിയാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ എന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ കോടതിയും ഈ പ്രതികളോട് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയതാണ്. CPIM-നെ പ്രതിനിധീകരിച്ച് ആരും ഹാജരായിരുന്നില്ല. അതിലാണ് ഇപ്പോൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഹാജരാവുക എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടി ആ കേസിനുണ്ട്. നിയമപരമായി കേസിന്റെ സവിശേഷതകളൊക്കെ നിൽക്കുമ്പോഴും അതിനൊരു രാഷ്ട്രീയമായ സവിശേഷതയുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട CPIM-നെ രാഷ്ട്രീയമായി ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കൂടിയാണ്. ആ കേസിൽ സ്വാഭാവിക നടപടിക്രമം എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും അതിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. മറ്റ് 19 പ്രതികളോടുകൂടിയും ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനപ്പുറം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ഇന്നത്തെ ദിവസങ്ങളിൽ കേസിലെങ്കിൽ പോലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായി ഏറെ തിരിച്ചടിയുണ്ടാക്കിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് എന്ന നിലയ്ക്ക് അതിലെ ഒരു സവിശേഷത, അതിലെ ഒരു നടപടിക്രമത്തിലെ കൗതുകം എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എങ്കിൽ കൂടിയും ഈ കേസിനെ സംബന്ധിച്ച് തുടർന്ന് അങ്ങോട്ടേക്കും അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ CPM-നെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല നേരിടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം സ്വാഭാവികമായി തന്നെയുണ്ട്. ബിനാമി ഇടപാടുകൾ നടത്തി സാമ്പത്തിക ക്രമക്കേട് അടക്കം നടന്നു എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് നിരവധി ആരോപണങ്ങൾ ഈ ബാങ്ക് കേന്ദ്രീകരിച്ച് നടന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട റോൾ CPIM-നുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ആക്ഷേപം എന്ന നിലയ്ക്ക് ഉയർന്നു വന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഹാജരാവുക എന്നതിനപ്പുറം ഈ നിയമപോരാട്ടം CPM-നെ സംബന്ധിച്ചിടത്തോളം നിയമപരമായും രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുണ്ട് എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും അതിലെ രാഷ്ട്രീയ കൗതുകമാണ് ഈ വാർത്തയുടെ പ്രത്യേകത എന്നുള്ളതാണ്. സജോ ദേവസ്രിയാണ് വിശദാംശം